നമ്മളെ ഫ്രെഡി എന്ന് പറയുന്ന ഒരുത്തുണ്ടല്ലോ, അവൻ്റെ കേരള സ്റ്റോറി യാത്രയാണ്. ഭയങ്കര കോമഡിയാണ്. അതിലൊരു ചേച്ചിയായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. കോരി തരിച്ചു. അതിൻ്റെ രോമൊക്കെ ഇങ്ങോട്ട് എണീറ്റ് നിന്നിട്ട് മറ്റേ അമ്പ് വിട്ടന്മാർ ഒറ്റ പോക്ക കഴിയുമെന്ന്. അത്രയും രോമാഞ്ച കുഞ്ചിതമായി ഞാൻ എന്നുള്ളതാണ്. ഏതായാലും കേൾക്കാം, നിങ്ങൾക്കും കൂടി രോമാഞ്ചം കൊള്ളു നോക്കാലോ. വള്ളത്തിലേക്ക് ബിജു സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ ക്ലീറ്റസ് എന്ന് പറയുന്ന ഒരാൾ വള്ളത്തിലേക്ക് ഒരു വ്യക്തിയെ പിടിച്ചു കയറ്റിയപ്പോൾ നീ ജോസഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. നീ ജലാലാണെങ്കിലും നീ ശിവൻകുട്ടി ആണെങ്കിലും കയറി വന്നോ എന്നേ പറഞ്ഞിട്ടുണ്ടാവും. നീ ബീഫ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. നീ എന്ത് വസ്ത്രം ധരിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. നീ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല. നിനക്ക് പേടിയുണ്ടോ? നീ കയറിക്കോളൂ, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെയെ കാണിക്കുകയാണ്, ആർക്കൊക്കെ വേണ്ടി കാണിക്കുകയാണ്. കേരളത്തിലൊരു ദുരിതം നടന്നപ്പോൾ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ പ്രളയം ഉണ്ടായപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് പിടിച്ചു കയറ്റിയവൻ നീ മാംസം കഴിക്കുന്നവനാണോ നീ കഴിക്കാത്തവനാണോ എന്നൊന്നും കേരളം ചോദിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. രോമാഞ്ച കുഞ്ചിതം. എനിക്ക് രോമത്തെ ഇപ്പോഴും എണീറ്റിരിക്കണു. പാറ പോലെ 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 അടങ്ങി നിൽക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ രോമാഞ്ചം കയറിയോ? കയറും കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് കയറി നോക്കും. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദുരിതം നടക്കുമ്പോൾ, അതേത് സംസ്ഥാനം ആയിക്കോട്ടെ, അവിടെയും അവിടുത്തെ നാട്ടുകാർ രക്ഷകരുണ്ടായിരുന്നു, അവിടുത്തെ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള രക്ഷകരുണ്ടായിരുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളും അന്ന് ഈ പറയുന്ന ഭൂമികുലക്കത്തിലായാലും പ്രളയത്തിലായാലും എല്ലാം ഉണ്ടായിരുന്നു. അവരാരും ഈ വെള്ളത്തിൽ കിടന്ന ഒരാളെ പൊക്കുമ്പോൾ നീ ബീഫ് കഴിക്കുന്നവനാണോ നീ ബീഫ് കഴിക്കാത്തവനാണോ വാ എന്ന് പറഞ്ഞിട്ട് കയറ്റിയ ചരിത്രമൊന്നും ഇല്ല ചേച്ചി. മനസ്സിലായോ? ഈ നിങ്ങളാരും കേരളത്തിന് പ്രത്യേകിച്ച് നിങ്ങൾ കുറേ സ്റ്റോറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേരളം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വേറെ കുറേ അങ്ങോട്ട് കാണിക്കുക. ഞങ്ങൾ കുറേ ബീഫ് തിന്നണവരാണ്, ഞങ്ങൾ കുറേ മട്ടൻ തിന്നണവരാണ്, ഞങ്ങൾ കുറേ പന്നി തിന്നണവരാണെന്ന് പറഞ്ഞു വെക്കുക. ഇതൊന്നുമല്ല കേരളം. ഇങ്ങനെ കഥ പറയാൻ എല്ലാവർക്കും പറ്റും. ഈ കേരളം എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും. ഒരു ദുരിതം വരുന്ന സമയത്ത്, ഒരു കൊറോണ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ പ്രളയം, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും ആളുകൾ ഈ പറയുന്ന പോലെ സഹായത്തിന് ഇറങ്ങുന്നത് ബ്രാഹ്മണനാണോ താഴ്ന്ന ജാതിക്കാരനാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. ഇവിടെ നടക്കുന്ന വിഷയങ്ങളിൽ ഈ പറയുന്ന പോലെ മതം മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പ്രണയിച്ചുകൊണ്ട് മതം മാറ്റുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. അതെല്ലാ മതത്തിലും എല്ലാ മതത്തിലും ഉണ്ട്. ഈ പറയുന്ന പന്തക്കോസുകാരെ വീടിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട്, ഈ പറയുന്ന പാവങ്ങളുടെ ഇടയിൽ കൂടെ പോയിട്ട് മതം മാറ്റുന്നുണ്ടോ? ധാരാളം ഉണ്ട്. അത് അന്യസംസ്ഥാനത്തുണ്ടോ? ഉണ്ട്. അതിൻ്റെ പേരിൽ അവർക്ക് അടി കൊള്ളുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നേ. ഇതൊന്നും ഇല്ലാതെ ആരും പറയണില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ വന്നിട്ട് കുറച്ച് ആൾക്കാർ യൂട്യൂബർമാർ വന്നിട്ട് കേരളത്തിന് ഉണ്ടാക്കാൻ നടക്കുക. നിങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായ? ചേച്ചിയുടെ ആ വിസ്താരം കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ കേട്ട് കോരിത്തരിച്ചു പോയി. 7500 ലൈക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൻ്റെ പുറത്തുള്ളവർ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ നിൽക്കാറില്ല എന്നുള്ളൊരു ധാരണയുള്ളവരാണ് ഈ 7500 ഉളകൾ. അല്ലെങ്കിൽ അവർ തിരിച്ചു ചോദിക്കൂലേ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്താ പച്ചക്കറി കഴിക്കുന്നവന് വള്ളത്തിൽ പുറത്തോട്ട്, മാംസം കഴിക്കുന്നവൻ വള്ളത്തിൻ്റെ അകത്തോട്ട്, അങ്ങനെയാണോ എന്ന് ചോദിക്കില്ലേ? എന്തായാലും ചേച്ചിയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ കേരളക്കാരനായിട്ടുള്ള ഞാൻ അങ്ങ് കോരി തരിച്ചു പോയി. ഒന്നടങ്ങി സമാധാനമായി. സത്യം, കേരളക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ കേരളം ചെയ്യുന്നുണ്ടല്ലോ. മതം നോക്കാതെ, മാംസം കഴിക്കുന്നവനാണോ നോക്കാതെ വെള്ളത്തിൽ നിന്ന് ആൾക്കാരെ കയറ്റി വിടുന്നുണ്ടല്ലോ. അഭിമാനപൂരിതമാകുന്നു എൻ്റെ അന്തരംഗം. പോരെ? ഫ്രെഡി മുത്താടാ, നീ ഉണ്ടേണ് നീ.